പുതുതായിട്ട് നിർമ്മിച്ച ഈ ഹോസ്റ്റൽ കെട്ടിടത്തിൻ്റെ പ്രതിഷ്ഠ ശുശ്രൂഷ എന്ന് ക്രമീകരിക്കാവും. ഇതിൽ പങ്കെടുക്കുന്ന എല്ലാവരെയും വളരെ സന്തോഷത്തോടെ, പ്രത്യേകിച്ച് നമ്മോടൊപ്പം പ്രിയപ്പെട്ട വിനോദ് മാത്യു ഉണ്ടല്ലോ, എല്ലാവരെയും വളരെ സന്തോഷത്തോടെ സ്വാഗതം ചെയ്യും. നമ്മുടെ ഇടവകയുടെ വളർച്ചയുടെ ഒരു പുതിയ ഘട്ടത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നു. അതിൻ്റെ ഭാഗമായിട്ട് പ്രകാരം ചുരുങ്ങിയ സമയത്തിനുള്ളിൽ നമുക്ക് നിർവഹിക്കുവാൻ പറ്റുന്നിടയായല്ലോ. അതെല്ലാം തന്നെ ദൈവനാമത്തിനും ഇടവകയുടെ വളർച്ചയ്ക്കും മുഖാന്തരമായി തീരട്ടെന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യും. നമ്മുടെ പ്രതിഷ്ഠാ ശുശ്രൂഷ തുടങ്ങുന്നതിന് മുമ്പായിട്ട് സാധാരണ ഒരു ഔപചാരിക ചടങ്ങെന്ന നിലയിൽ നാട മുറിച്ച് നമ്മളകത്തേക്ക് പ്രവേശിക്കുകയാകും. അതിന് മുമ്പായിട്ട് ബഹുമാനപ്പെട്ട വിനോദ് മാത്യു പ്രാർത്ഥിച്ചിട്ട് നമുക്ക് നാട മുറിച്ച് ഈ അകത്ത് പ്രവേശിച്ച് പ്രതിഷ്ഠാ ശുശ്രൂഷ ആരംഭിക്കുകയും ചെയ്യും. ദൈവത്തിനു സ്തോത്രം, ദൈവത്തിനു സ്തോത്രം, ദൈവത്തിനു സ്തോത്രം, ഇന്നും എന്നേക്കും എന്റെ ദൈവത്തിനു സ്തോത്രം, ഇന്നും എന്നേക്കും. വൻകൃപയിലെന്നെ ഇന്നയോളം കാത്ത, വൻകൃപയിലെന്നെ ഇന്നയോളം കാത്ത ദൈവത്തിനു സ്തോത്രം, ഇന്നും എന്നേക്കും എന്റെ ദൈവത്തിനു സ്തോത്രം, ഇന്നും എന്നേക്കും. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി. കർമ്മകാരുണികനായ നല്ല ദൈവമേ, നന്ദിയോടെ സ്തോത്രം. ദൈവമായ കർത്താവേ, ഞങ്ങൾ ഇന്ന് ഇതിന് പിന്നിൽ അധ്വാനിച്ച എല്ലാ കരങ്ങളെയും ദൈവമേ വാഴ്ത്തി അനുഗ്രഹിക്കും. പുതിയതായി തുടങ്ങുന്ന ഈ സംരംഭം കർത്താവേ, ഞങ്ങളുടെ എല്ലാവരുടെയും ജീവിതത്തിൽ പ്രത്യേകിച്ച് ഞങ്ങളുടെ ഇടവകയ്ക്കും ഏറെ അനുഗ്രഹമായി തീരുവാനുള്ളത് സഹായിക്കണം. പ്രത്യേകിച്ച് ഇവിടെ താമസിക്കുന്നതായ കുഞ്ഞുങ്ങളുടെ പഠന കാലഘട്ടം ഏറ്റവും അനുഗ്രഹത്തിന്റെയും സമാധാനത്തിന്റെയും കാലഘട്ടമാണ്. ദൈവകൃപയിൽ ഞങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കും. തുടർന്നുള്ള ശുശ്രൂഷയിലും ദൈവകൃപയെ ബലപ്പെടുത്തിയാണ്, കൃപയിൽ അനുഗ്രഹിക്കുകയാണ്. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. അവിടെ ഇവിടെ വന്ന് കൂടിയിരിക്കുന്ന എല്ലാവരുടെ അനുഭവത്തോടുകൂടി ഇപ്പോൾ നാടൻ മുറിച്ച് നമുക്ക് പിതാവിൻ്റെയും പുത്രൻ്റെയും ജീവനും വിശുദ്ധ റൂഹയുടെ തിരുനാമത്തിൻ്റെ മക്കളാകണമേ. ആമേൻ. നമുക്ക് ഈ ശുശ്രൂഷ ആരംഭിക്കാം. വന്ദനമേശു പരാ, നിനക്കെന്നും വന്ദനമേശു പരാ, വന്ദനം ചെയ്യുന്നു നിന്നടിയാർ തിരുനാമത്തിനാദരവാ, വന്ദനം ചെയ്യുന്നു നിന്നടിയാർ തിരുനാമത്തിനാദരവാ. ഇന്നു നീ സന്നിധിയിൽ പാടിയാർക്കു വന്നു ചേരുവതിനായി, ഇന്നു നീ സന്നിധിയിൽ പാടിയാർക്കു വന്നു ചേരുവതിനായി, തന്മാനുന്നതമാം കൃപയ്ക്കഭിവന്ദനം ചെയ്തിടുന്നേ, തന്മാനുന്നതമാം കൃപയ്ക്കഭിവന്ദനം ചെയ്തിടുന്നേ. നീയൊഴി
ഞങ്ങൾക്ക് സുരലോകെ ആരുള്ളൂ ജീവനാഥ. നീയൊഴികെ ഞങ്ങൾക്ക് സുരലോകെ ആരുള്ളൂ ജീവനാഥ. നീയൊഴികെ ഇടത്തിൽ മറ്റാരുമില്ല ഗ്രഹിപ്പാൻ പരനേ. നീയൊഴികെ ഇടത്തിൽ മറ്റാരുമില്ല ഗ്രഹിപ്പാൻ പരനേ. വന്ദനമേശുപരാ നിനക്കെന്നും വന്ദനമേശുപരാ. വന്ദനം ചെയ്യുന്നു നിന്നടിയ തിരുനാമത്തിനാദരവായി. വന്ദനം ചെയ്യുന്നു നിന്നടിയ തിരുനാമത്തിനാദരവായി. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി. ആകാശവും ഭൂമിയും നിലമോത്തോട് നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം നമ്പുരാൻ പരിശുദ്ധൻ 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 ഉന്നതങ്ങളിൽ സ്തുതി. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. എല്ലാത്തവരെ നീ പരിശുദ്ധനാകുന്നു. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. എല്ലാത്തവരെ നീ പരിശുദ്ധനാകുന്നു. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. എല്ലാത്തവരെ നീ പരിശുദ്ധനാകുന്നു. കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ. കർത്താവേ ഞങ്ങളോട് കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. കർത്താവേ നിനക്ക് സ്തുതി. ക്രിസ്തനായ ഞങ്ങളുടെ പിതാവേ, സമാധാനവും ഈ സ്ഥാപനത്തിൽ വസിക്കാനാകണമേ. ഇതിലുള്ള സകലത്തെയും അനുഗ്രഹിക്കണമേ. ഇതിന്റെ വരവ് ചെലവ് വിശുദ്ധനാമത്തിന്റെ മഹത്വത്തിനും നീതിയുടെ സംരക്ഷണമായിരിക്കണമേ. നീ നിങ്ങളെല്ലാം നിങ്ങളുടെ അനുഗ്രഹം കൊണ്ട് ഇതിനെ അഭിവൃദ്ധിപ്പെടുത്തണമേ. ഇതിൽ വസിക്കുന്നവർക്ക് മതപ്രസാദം നൽകണമേ. ഞങ്ങളുടെ കർത്താവും ദൈവമേ, ഞങ്ങളുടെ ആയുഷ്കാലം മുഴുവൻ ഞങ്ങളുടെ രഹസ്യങ്ങളിലും പരസ്യകാര്യങ്ങളിലും നിന്നെ പ്രസാദിപ്പിക്കുന്നവരായിരിക്കണമേ. നാം എല്ലാവരും പ്രാർത്ഥിച്ച കർത്താവിനോട് അനുഗ്രഹങ്ങളും കരുണയും അപേക്ഷിക്കണം. സ്തോത്രവും തേജസ്സും പുകഴ്ചയും മാഞ്ഞുപോകാത്ത നല്ല മകനെ നേരമെല്ലായ്പ്പോഴും നിരന്തരം കരയേറ്റുവാൻ ഞങ്ങൾ യോഗ്യതയുള്ളവരായി തീരണമേ. പാപികൾക്കായി തുറന്നിരിക്കുന്ന കണ്ണുകളുടെ വാതിലും നമ്മളവരെ ജീവിപ്പിച്ച ജീവന്റെ തുറമുറയും അശുദ്ധരെ ശുദ്ധീകരിക്കുന്ന വെളിപ്പാക്കുന്ന സോഫായും മാലിന്യമുള്ളവരെ വിളിപ്പിച്ച് നിർമ്മലമാക്കുന്ന തളുപ്പമായിരിക്കുന്ന വിശ്വാസംബ്രാന് ഈ സ്ഥാപനത്തിന്റെ വാഴ്വിന്റെ നേരത്തും നമ്മുടെ ആയുസ്സിനെല്ലാ ദിവസങ്ങളിലും യോഗ്യമായിരിക്കും. കൈക്കൊള്ളുന്നവനും യാസനകൾ നൽകുന്നവനുമായ ദൈവമായ കർത്താവേ, ആദ്യകഴിഞ്ഞായ കാവലിന്റെ കാഴ്ചത്തെ കണ്ടതുപോലെ ഞങ്ങളുടെ പ്രാർത്ഥനകൾ കൈക്കൊള്ളണമേ. ആലോകത്തിന്റെ ശുശ്രൂഷയാ നിന്നെ പ്രസാദിച്ചതുപോലെ ശുശ്രൂഷ നിന്നെ പ്രസാദിപ്പിക്കുമാറാകണം.
നീതിമാനായ നോഹിന്റെ യാഗത്തിൽ നീ പ്രസാദിച്ചതുപോലെ ഞങ്ങളുടെ അവരുടെ ഫലത്തിൽ നീ പ്രസാദിപ്പിക്കണമേ. നിന്റെ സ്നേഹിതനായ ഞങ്ങളുടെ പിതാവായ അബ്രഹാമിന്റെ വിശ്വാസം നിനക്ക് സന്തോഷമായതുപോലെ ഞങ്ങളുടെ പ്രാർത്ഥന നിനക്ക് സന്തോഷമായിരിക്കണമേ. നീതിമാനായ യോബിന്റെ അടുക്കൽ നിന്ന് ദുഷ്ടനായവൻ ലജിച്ചു പോയതുപോലെ ഈ സ്ഥാപനത്തിന്റെ ശത്രുവായ ദുഷ്ടൻ ലജിക്കുമാറാകണമേ. ശ്രേഷ്ഠ പുരോഹിതനായ ഹ്രോന്റെ രൂപത്താൽ ദിവസം നിരോധിക്കപ്പെട്ടതുപോലെ കഠിന ശിക്ഷകളും ഗോപക്കിടപടികളിൽ നിന്നും നിരോധിക്കപ്പെടുമാറാകണമേ. പുരോഹിതനായ സിറിയാട് ശുശ്രൂഷയെങ്കിൽ നിന്റെ പ്രസംഗനായ യോഹന്നാനെ പറ്റി അവന് പ്രത്യാശ ഉണ്ടാക്കിയതുപോലെ ഞങ്ങളുടെ ശുശ്രൂഷയിൽ ജീവന്റെയും രക്ഷയുടെയും പ്രത്യാശ ഞങ്ങൾക്കുണ്ടാകുമാറാകണമേ. കർത്താവേ, ചുങ്കക്കാരൻ സക്കായിയോട് ക്ഷമിച്ചതുപോലെ നിന്റെ തിരുവചനത്താൽ ഞങ്ങളുടെ പാപങ്ങളെ പരിഹരിക്കണമേ. കർത്താവേ, ഭാഗ്യകരമായ സ്നേഹന്മാരുടെ പ്രധാനിയായ ശിമയോന്റെ അപേക്ഷ കൈക്കൊണ്ടതുപോലെ അനേക പാപങ്ങൾ ചെയ്ത് ഞങ്ങളുടെ അപേക്ഷ കൈക്കൊള്ളണമേ. അപാപിയായിരുന്ന സ്ത്രീയുടെ കുറ്റങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ അനേകം കുറ്റങ്ങളെ ഞങ്ങളോട് ക്ഷമിക്കണമേ. കർത്താവേ, ആ സ്ത്രീയുടെ വിഷമതമായ വേദനയിൽ നിന്നും സ്വസ്ഥത പ്രാപിക്കുന്നതിന് മുഖാന്തരമായ നിന്റെ നിത്യമായ കരുണ ഞങ്ങളുടെ മേൽ വർഷിക്കുമാറാകണമേ. സ്ത്രീയുടെ മകളിൽ നിന്ന് ദുഷ്ടനെ ഓടിച്ചതുപോലെ പ്രതിയോഗിയുടെ ശക്തിയെ ഞങ്ങളിൽ നിന്ന് ദൂരത്താക്കണമേ. ശബരിഷ്ണായ ദാനിയേലിന് നൽകിയതുപോലെ നിന്റെ സന്നദ്ധയിൽ ഞങ്ങൾക്ക് ജയം നൽകണമേ. ചൂടയിൽ വെച്ച് ഹനനീയാമുതലായവരുടെ ബന്ധനങ്ങൾ അഴിച്ചതുപോലെ ദുഷ്ടപിശാചുക്കളുടെ ബന്ധനങ്ങളെ ഞങ്ങളിൽ നിന്ന് അഴിക്കണമേ. നിന്റെ വട്ടക്കാരും ശുശ്രൂഷക്കാരും നിന്റെ ഇഷ്ടം ചെയ്ത് നിറവേറ്റുവാനും നിന്റെ സ്വർഗീയ ഭണ്ഡാരത്തിന്മേലവർ സത്യമുള്ളവരായിരിക്കാനും നിന്റെ തിരുവചനം പോലെ ഭയത്തോടെ നിന്റെ ആട്ടിൻകൂട്ടത്തെ മേയ്ക്കാനും നിന്റെ വിശുദ്ധ വഴികളിൽ നടപ്പാനും കർത്തസംബന്ധമായ ജീവപ്രദമായ നിന്റെ കൽപ്പനകളെ ആചരിപ്പാനും അവർക്ക് കൃപ നൽകണമേ. കർത്താവേ, ഇപ്പോൾ ഈ സ്ഥാപനത്തിനു വേണ്ടിയും ഇതിൽ പാർക്കുന്നവർക്ക് വേണ്ടിയും അനുഗ്രഹങ്ങളും കരുണകളും നിന്നോട് ഞങ്ങൾ യാചിക്കുന്നു. ഈ സമയത്ത് നിന്റെ അടിയാറായ നിന്റെ പ്രാർത്ഥന തിരുസന്നിധിയിൽ പ്രവേശിക്കുമാറാകണമേ. ഈ സ്ഥാപനം ശ്രേഷ്ഠത പ്രാപിക്കുകയും ഇതിൽ വസിക്കുന്നവർ ജയത്തോടെ രക്ഷിക്കപ്പെടുകയും നിന്റെ കുഞ്ഞാടുകൾ നിന്റെ മേധ്യസ്ഥലത്തിൽ മേയുകയും നിന്റെ പെണ്ണാടുകൾ നിന്റെ നന്മ കൊണ്ട് തൃപ്തിപ്പെടുകയും ഞങ്ങൾക്കെല്ലാവർക്കും നിന്ന് കരുണ ലഭിക്കുകയും ചെയ്യുമാറാകണമേ. പാപികളോട് കരുണയുള്ളവനും അനുതാപികളിൽ ഇഷ്ടമുള്ളവനുമായ കർത്താവേ, നിന്റെ ബഹുലമായ അനുഗ്രഹങ്ങളുടെ സമൃദ്ധി പോലെ ഞങ്ങളോട് ദയതോന്നി ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ. കർത്താവേ, തിരുവുള്ളമുണ്ടായി ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കുന്നത് ഞങ്ങളെ ശുദ്ധീകരിക്കണമേ. നിനക്കും നിന്റെ പിതാവിനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും ഞങ്ങൾ ശബ്ദം മുട്ടുന്നു മുടക്കരുളേ നിൻ സേവകരിൻ ആവശ്യയാചനയേ നീ ദേവാകൃപയാൽ പാലിക്ക കോപാവടിയിൽ നിന്നകറ്റി പ്രാർത്ഥന കേട്ടു നിൻ കരുണയതാ യാചന നീ നൽകീണമേ. ദേവാതുണയ്ക്കായി ബലഹീന വിളിച്ചിടുന്നു നല്ലവനെ പ്രാർത്ഥന കേട്ടു നിൻ കരുണയതാ യാചന നീ നൽകീണമേ. കൃപ ചെയ്യണമേ കരുണയുടെ ബഹുലതാദയ ചെയ്യണമേ. ഇഴച്ചൊരുതിൻ മകളോർക്കരുതേ കരുണാകരന കർത്താവേ. അപ്പോസ്തല പ്രവർത്തികൾ 4-ാം അധ്യായത്തിൽ നിന്ന് എന്നാൽ വിശ്വസിച്ചവരുടെ കൂട്ടം ഏകമന
മനസ്സും ഏകവിചാരവും ഉള്ളവരായിരുന്നു. അവരിൽ ഒരുത്തനും അവനവനുണ്ടായിരുന്ന സമ്പാദ്യങ്ങളെക്കുറിച്ച് സ്വന്തമെന്ന് പറഞ്ഞിരുന്നില്ല. അവർക്കുണ്ടായിരുന്ന സകലവും പൊതുവിലായിരുന്നു. സ്നേഹന്മാർ മഹാശക്തിയോടെ യേശുമിശിഹായുടെ പുനരുത്ഥാനത്തെക്കുറിച്ച് സാക്ഷീകരിച്ചിരിക്കുന്നു. അവരെല്ലാവരോടും കൂടെ വലിയ ഹൃദയമുണ്ടായിരുന്നു. അവരിൽ മുട്ടുള്ളവൻ ആരും ഉണ്ടായിരുന്നില്ല. നിലങ്ങളോ വീടുകളോ സമ്പാദ്യമായിട്ടുണ്ടായിരുന്നവർ അവയെ വിൽക്കുന്നവരുടെ വില കൊണ്ടുവന്ന് സ്ത്രീകന്മാരുടെ കാൽക്കൽ വെച്ചിരുന്നു. ഓരോരുത്തരും ആവശ്യമുള്ളതുപോലെ കൊടുക്കപ്പെട്ടുമിരുന്നു. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. സഹോദരരെ, നാം അടക്കത്തോടും ഭയത്തോടും വണക്കത്തോടും ശ്രദ്ധിച്ച് നമ്മുടെ കർത്താവ് യേശുമിശിഹായുടെ വിശുദ്ധ എവൻഗേലിയോനിലെ ദൈവത്തിന്റെ ജീവനുള്ള വചനങ്ങൾ അറിയിപ്പിനെ കേൾക്കണം. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. ജീവനും രക്ഷയും പ്രസംഗിക്കുന്ന ജീവൻ നൽകുന്ന അറിയിപ്പാ നമ്മുടെ കർത്താവ് യേശുമിശിഹായുടെ വിശുദ്ധ എവൻഗേലിയോൻ. ജഡമെടുത്ത ദൈവമായ ജീവന്റെ വചനമായി നമ്മുടെ കർത്താവും ദൈവവും രക്ഷിതാവുമായിരിക്കുന്ന യേശുമിശിഹായുടെ പരസ്യകാലത്ത് ഇപ്രകാരം സംഭവിച്ചു. യേശുതമ്പുരാൻ ജെറിക്കോയിൽ പ്രവേശിച്ച് കടന്നു പോകുമ്പോൾ ധനവാനും ശുദ്ധാനിയുമായി സക്കായി പേരുള്ള ഒരു പുരുഷൻ യേശുതമ്പുരാൻ അങ്ങനെയുള്ളവരെന്ന് കാണുവാൻ ആഗ്രഹിച്ചിരുന്നു. സക്കായ് ശരീര വളർച്ചയിൽ കുറിയനായതുകൊണ്ട് പുരുഷാർത്ഥം കഴിഞ്ഞില്ല. താൻ ആ വഴി കടന്നു പോകേണ്ടിയിരുന്നതുകൊണ്ട് അവനോട് യേശുതമ്പുരാൻ മുമ്പിൽ കടന്നു തന്നെ കാണുവാനായിട്ട് ഒരു കാട്ടത്ത് വൃക്ഷത്തിൽ കയറി. യേശുതമ്പുരാൻ ഈ സ്ഥലത്ത് വന്നപ്പോൾ അവനെ കണ്ടു. അവനോട് സക്കായെ വേഗം ഇറങ്ങി വരിക, ഞാൻ ഇന്ന് നിന്റെ വീട്ടിൽ പാർക്കേണ്ടതാണെന്ന് ചെയ്തു. അവൻ വേഗം ഇറങ്ങുമെന്ന് സന്തോഷത്തോടുകൂടെ അവനെ കൈക്കൊണ്ടു. എന്നാൽ അവരെല്ലാവരും ഇത് കണ്ടപ്പോൾ അവൻ പാപിയായ മനുഷ്യന്റെ അടുക്കൽ അകത്തിയൊന്ന് പാർത്തെന്ന് പറഞ്ഞ് പെറുപിറുത്തു. എന്നാൽ സക്കായ് തന്നെ യേശുതമ്പുരാനോട്, ഇതാ എന്റെ സമ്പാദ്യങ്ങളിൽ പകുതി ഞാൻ ദരിദ്രർക്ക് കൊടുക്കുന്നു. ഞാൻ അന്യായമായി എടുത്തിട്ടുള്ളത് 1/4 മടങ്ങായി തിരികെ കൊടുക്കുന്നു എന്ന് ഉണർത്തിച്ചു. യേശുതമ്പുരാൻ അവനോട്, ഇവനും അബ്രഹാമിന്റെ പുത്രനാകൊണ്ട് ഇന്ന് വീടിന് രക്ഷയുണ്ടായി. എന്തുകൊണ്ടെന്നാൽ മനുഷ്യത്തിൽ കാണാതെ പോയതിനും അന്വേഷിച്ച് ജീവിപ്പാൻ വന്നുവെന്ന് അരുളി ചെയ്തു. നിങ്ങൾ എല്ലാവർക്കും സമാധാനവും നിരപ്പും ഉണ്ടായിരിക്കട്ടെ. അനുജർക്കായി ദാനം ചെയ്തു സ്വർഗവാഴ്വുകളയച്ചും വാസികളെ വാഴ്ത്തുമാറാക, ഇവരുടെ നേർക്കൃപയെ ചിന്തുകാരണം സഹക്കായുടെ വീട്ടിൽ ചെന്ന് ഇനി വീടിനൊരക്ഷയുണ്ടായി അരുളിയ പ്രവേശിച്ച് തൻവരം കയ്യാലെല്ലാറ്റേയും അനുഗ്രഹിക്കട്ടെ. ഞങ്ങൾ കർത്താവീശോ നിൻ കൃപയോടെ നിന്ദാനങ്ങളെ ഞങ്ങൾമേൽ അയച്ചിടണമേ. നിൻ വഴി തന്നെ നടന്നിടുവാൻ നിന്നാകട്ടവനിൽ രക്ഷിക്കണമേ. നിറഞ്ഞിരിക്കുന്നതിന്റെ വാതിൽ നിങ്ങൾ തുറന്നതെന്ന് ഞങ്ങളുടെ അപേക്ഷ കേട്ട് ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണം. കഴിക്കുന്ന പ്രാർത്ഥനയെ കർത്താവ് സ്വീകരിക്കുന്നു. നീതിമാന്മാർ ഉച്ചത്തിൽ ശബ്ദത്തല്ലാതെ ഞങ്ങളുടെ ജയം പ്രാപിച്ചു. മോശയുടെ പ്രാർത്ഥനയും താഴ്മയും കടലിനെ ഉപേക്ഷിച്ചും ജനം കടന്നുപോയി. ദുഷ്ടത പ്രവർത്തിച്ച ഫറവോൻ മുങ്ങിപ്പോവുകയും ചെയ്തു. ദൈവം ദാവീദിന്റെ പ്രാർത്ഥന കേട്ട് അവനോട് കരുണ തോന്നി.
അവന്റെ അന്യായത്തെ നീക്കിക്കളഞ്ഞു. അവന് പ്രവചനപരം നീ തിരികെ കൊടുത്തു. അനനിയ മുതലായ പൈതങ്ങൾ ദേശൂടെ വെച്ച് ദൈവത്തെ നോക്കി വിളിച്ചു. ഈ ജ്വാലയുടെ ദഹനത്തിൽ നിന്ന് അവൻ അവരെ രക്ഷിച്ചു. നമ്മെ ഇളക്കുകയും ഭയപ്പെടുത്തുകയും ചെയ്യുന്ന കാര്യങ്ങൾ മൂന്നാകുന്നു മരണം, നാഴികയും ഭയങ്കര സിംഹാസനവും അഗ്നി നരകവും തന്നെ. സത്യവിശ്വാസോട് തന്നെ നോക്കി വിളിക്കുന്ന എല്ലാവരോടും ഉത്തരകൊള്ളുന്ന ദൈവങ്ങളുടെ ദൈവവും കർത്താക്കന്മാരുടെ കർത്താവുമായുള്ളവേ, ഈ സ്ഥാപനത്തിന്റെ പ്രതിഷ്ഠാശിക്ഷ പൂർണ്ണമാക്കപ്പെടുന്ന ഈ സമയത്ത് നിന്റെ ശ്രേഷ്ഠയുടെ സ്നേഹം ഞങ്ങൾ അർപ്പിക്കുന്ന പ്രാർത്ഥനകളും അപേക്ഷകളും സ്തോത്രങ്ങളും കൈക്കൊള്ളണമെന്ന് നിന്റെ കരുണയോടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ഞങ്ങൾ മണ്ണും ചാരവുമാകുന്നു. നിന്റെ കൃപയും സഹായം കൊണ്ടല്ലാതെ സ്വയമായി യാതൊന്നും ചെയ്ത് പൂർത്തിയാക്കുവാൻ ഞങ്ങൾക്ക് പ്രാപ്തിയില്ല എന്നും നിന്റെ ഏറ്റവും ചെറുതായിരിക്കുന്ന ആ കൃപ പോലും പ്രായപ്പാൻ ഞങ്ങൾ അർഹതയില്ലാത്തവരായിരിക്കും നിന്റെ ബഹുലമായ അനുഗ്രഹങ്ങൾ ഞങ്ങളുടെ മേൽ നീ വർഷിപ്പിക്കുന്നുവെന്നും നിന്റെ വിശുദ്ധ സ്വർഗ്ഗത്തിൽ ധന്യമായ വാഴ്വകൾ ഞങ്ങൾക്ക് അയച്ചു തരുന്നുവെന്നും പ്രയാസങ്ങളെ ലോകത്തിൽ നീ ഞങ്ങളെ നടത്തുമെന്നും തിരുസനയിൽ ഞങ്ങൾ ഏറ്റുപറഞ്ഞുകൊള്ളുന്നു. മനസ്സിലുള്ളവനും മനുഷ്യസ്നേഹമുള്ളവനുമായ ദൈവമേ, ഈ സ്ഥാപന പ്രകാരം പൂർത്തീകരിക്കുന്നതിന് ഞങ്ങളെ ശക്തിപ്പെടുത്തുകയും ഞങ്ങളുടെ സകല പ്രവർത്തികളും ഇതുവരെ നീ താങ്ങുകയും എല്ലാ പെരുമാറ്റങ്ങളും ഇതുവരെ നടത്തുകയും ചെയ്തതിനു വേണ്ടി വന്യവും വിശുദ്ധമായ നിരനാമത്തിന് ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, നീ വീട് പണിയുന്നില്ല എങ്കിൽ അതിന്റെ പണിക്കാർ വൃദ്ധാധ്വാനം ചെയ്യുന്നുവെന്നും നീ പഠനം കാത്തുകൊള്ളുന്നില്ല എങ്കിൽ അതിന്റെ കാവൽക്കാർ വൃഥാ ജാഗരണം ചെയ്യുന്നുവെന്ന് ഞങ്ങൾ അറിയുന്നു. കർത്താവേ, ഞങ്ങളെ സഹായിക്കുന്ന നിന്റെ ശക്തിയുള്ള വലങ്കി എപ്പോഴും ഓർത്തുകൊള്ളുവാനും ഞങ്ങൾക്ക് ലഭിക്കുന്ന സർവ്വനന്മകൾക്ക് വേണ്ടി നിന്നോട് നന്ദിയുള്ളവരായിരിക്കാനും നിന്റെ കൽപ്പനകളെ ആചരിപ്പാൻ ഞങ്ങൾക്ക് കൃപ നൽകണമേ. സക്കായുടെ വീട്ടിൽ പ്രവേശിച്ചവനും അബ്രഹാമിന്റെ മകനാകൊണ്ട് ഇന്ന് ഈ വീടിനെ രക്ഷയുണ്ടായി നല്ല ചെയ്ത ഞങ്ങളുടെ കർത്താവ് വിശ്വസിയായി ഈ സ്ഥാപനത്തിൽ വസിക്കുന്ന നിന്റെ മക്കളോടുകൂടെ ഉണ്ടായിരിക്കണമേ. അവരെ നിന്റെ മക്കളും നിരീക്ഷം പ്രവർത്തിക്കുന്നതിനുമാക്കി തീർക്കണമേ. ഈ സ്ഥാപനത്തെ ഇതിൽ വസിക്കുന്നവരെയും കൃപയും കരുണയും നിറഞ്ഞിരിക്കുന്നവരെ ആവശ്യപ്പിച്ച് അനുഗ്രഹിക്കണമേ. നന്മയും അനുഗ്രഹങ്ങളും ആശ്വാസവും അവർക്ക് വർദ്ധിപ്പിച്ചു കൊടുക്കണമേ. സകല വൃക്ഷവിലമാറ്റങ്ങളെയും നിന്റെ മക്കളിൽ നിന്ന് തള്ളിക്കളയണമേ. ഇതിൽ താമസിക്കുന്നവർക്ക് സൗഖ്യവും ആരോഗ്യവും നൽകുമാറാകണമേ. വൈഷമ്യമുള്ള എല്ലാ രോഗങ്ങളിലും പ്രയാസമുള്ള എല്ലാ പരീക്ഷകളിൽ നിന്നും ആകുൽസായുടെ എല്ലാ കൗശലങ്ങളിലും നിന്റെ മക്കളെ രക്ഷിച്ചുകൊള്ളണമേ. നിന്റെ കരുണയുടെ കണാലിവാസലതയിൽ പാർക്കുന്നവരെയും കടാക്ഷിവരോട് കരുണ ചെയ്യണമേ. ഇവരിൽ നിന്ന് നോട്ടം വിടാതെ നിന്റെ ജനങ്ങളിൽ ഇവരെ നീ മറിച്ചു കൊള്ളണമേ. ഒഴിഞ്ഞു പോകുന്ന ഈ ലോകത്തിൽ ആശ്വാസപൂർവമായ ജീവനം ചെയ്യുവാനും വരുവാനിക്കുന്ന ലോകത്തിൽ നിന്നെ സ്നേഹിച്ച പരിശുദ്ധമാടൂടെ മഹത്വമുള്ളവയെ നിത്യത്തിലുള്ളതുമായ നിന്റെ വാസന വസിപ്പാനും ഞങ്ങളെല്ലാവരെയും നീ ഉള്ളവരാക്കണമേ. ഞങ്ങൾ നിനക്കും നിന്റെ പിതാവിനും പരിശുദ്ധ റുഹായിക്കും സ്തുതിയും സ്തോത്രവും കരേറ്റുന്നു. ആയിരിപ്പോഴും എല്ലായ്പ്പോഴും തന്നെ. ഈ പ്രതിഷ്ഠയുടെ അതിപ്രധാനപ്പെട്ട ഒരു ഭാഗമാകുന്നതല്ലോ ഏക ദൈവത്തിന്റെ നാമത്തിൽ വിശുദ്ധ സ്ലീബായുടെ അടയാളത്തിൽ ഇത് പ്രതിഷ്ഠയുടെ അടയാളം വരച്ച് ഈ സ്ഥാപനം വേർതിരിക്കപ്പെട്ടതും വിശദീകരിക്കപ്പെട്ടതുമാകും എന്ന് ഇപ്പോൾ നമ്മൾ ചെയ്യുകയാണ്. ആദ്യം ആദ്യം മെയിൻ ഡോറ്, അത് കഴിഞ്ഞ് ഈ രണ്ട് ഈ സ്ഥാപനം ജീവനുള്ളതും ജീവൻ നൽകുന്നതുമായ ശ്രീപാടെ അടയാളത്തിൽ എന്നേക്കൊന്നായിരിക്കുന്ന പിതാവിന്റെയും പുത്രന്റെയും ജീവനും വിശുള്ള റൂഹയുടെ നാമത്തിൽ അനുഗ്രഹിക്കപ്പെട്ടതും വാഴ്ത്തപ്പെട്ടതും ശുദ്ധീകരിക്കപ്പെട്ടതുമായി തീരുന്നു.
اسمع وذروحها كادش لغاية للولم والمن آمين. സ്ഥാപനം ജീവനുള്ളതും ജീവൻ നൽകുന്നതുമായ ശ്രീവാഴയാളത്താൽ അവരുടെ മുന്നിലേക്ക് വന്നായിരിക്കുന്നു. ദാവിന്റെയും പുത്രന്റെയും ജീവനും നാമത്തിൽ എന്നേക്കും ജീവനും വിശുദ്ധിയുള്ള റുഹാടെയും തിരുനാമത്തിൽ അനുഗ്രഹിക്കപ്പെട്ടതും ശുദ്ധീകരിക്കപ്പെട്ടതും Oh
ജീവിപ്പിക്കുന്ന കർത്താവും അമോചനത്തിനുള്ള മാമോദീസ ഞങ്ങളുടെ കർത്താവായി തിരിച്ചുകായി നിന്റെ കൃപയാലും ധാരാളമായ കരുണയാലും ഞങ്ങളുടെ പ്രാർത്ഥനകൾ കേട്ട് ഞങ്ങളുടെ ശുശ്രൂഷ കൈക്കൊള്ളണമേ. ഞങ്ങളുടെ കർത്താവും ദൈവമേ, ഞങ്ങളുടെ സഹായം നീ വന്ന് എന്നേക്ക് ഞങ്ങളെ വിശുദ്ധരാക്കണമേ. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളുടെ ശുശ്രൂഷ നിനക്ക് രമ്യവും ഞങ്ങളുടെ നമസ്കാരം നിനക്ക് പ്രസാദകരവും ഞങ്ങളുടെ അപേക്ഷ നിനക്ക് കാര്യവും ഞങ്ങളുടെ പ്രാർത്ഥന നിനക്ക് ബഹുമാനപരമായിരിക്കണമേ. കർത്താവേ, നിന്റെ അനുഗ്രഹങ്ങളും കരുണകളും സഹായങ്ങളും കൃപകളും ദൈവികമായ സകലദാനങ്ങളും ബലഹീനരായ ഞങ്ങളുടെ മേലും ബലഹീനരുടെ ഞങ്ങളുടെ വർഗത്തിന്മേലും വന്ന് ആവശ്യിച്ച് എന്നേക്കും പാർക്കുമാറാകണമേ. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ ദൈവമേ, ഞങ്ങളുടെ കർത്താവേ, ഈ മനോഹരമായ സമയത്തിനായിട്ട് ഞങ്ങൾ അംഗീകരിക്കുന്നു. ഞങ്ങൾക്ക് ഒരുമിച്ച് ദൈവസന്നിധിയിൽ അടുത്ത് വരുക, ദൈവം ചെയ്ത നന്മകളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുക, തന്ന ഭാഗ്യത്തിനും പദവിക്കുമായിട്ട് സ്തോത്രം. എബനേസർ ഇടവകയ്ക്കായിട്ട് ഞങ്ങൾ അങ്ങനെ സ്തുതിക്കുന്നു. കഴിഞ്ഞ കാലങ്ങളിൽ ഈ ഇടവകയെ നടത്തിയ വിധങ്ങൾക്കായിട്ടും സ്തോത്രം. ഇടവകയോട് ചേർന്ന് ഒരു സ്റ്റുഡൻറ് സെന്റർ ആരംഭിക്കുവാൻ വർഷങ്ങൾക്ക് മുൻപ് ദൈവം ഭാഗ്യം നൽകി. അനേക വിദ്യാർത്ഥികൾക്ക് ഇവിടെ താമസിച്ച് പഠിക്കുവാൻ, അവരുടെ കരിയർ ഡെവലപ്പ് ചെയ്യുവാൻ കർത്താവിടെയാണ്. എന്നാൽ കർത്താവ് അതിനൊരു എക്സ്റ്റൻഷൻ ആവശ്യമാണ്. ദിവസങ്ങളിൽ കർത്താവ് ഞങ്ങൾക്ക് അതിനുള്ള സാഹചര്യങ്ങൾ കർത്താവ് ഒരുക്കി തന്നു. സ്തോത്രം. ചില പുതിയ മുറികൾ കൂടെ ഇവിടെ ക്രമീകരിക്കുവാൻ, കൂടുതൽ കുട്ടികൾക്ക് ഇവിടെ താമസിച്ച് പഠിക്കുവാൻ കർത്താവ് ഒരുക്കിയിരിക്കുന്ന അവസരത്തിനായിട്ട് സ്തോത്രം. കർത്താവ് ഈ കെട്ടിടത്തിനായി, ഇതിനുള്ള പുതിയ മുറികൾക്കായി, പഴയ മുറികൾക്കായി ഒക്കെ ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്നു. വരും ദിവസങ്ങളിൽ ഇവിടെ കർത്താവ് അനേക കുഞ്ഞുങ്ങൾ താമസിച്ച് പഠിക്കുന്നു. ജീവനുള്ള ദൈവത്തെ തിരിച്ചറിയുവാൻ അവർക്ക് ഭാഗ്യം കൊടുക്കുകയും സമൂഹത്തിലെ ഏറ്റവും ഉന്നത നിലവാരങ്ങളിലേക്ക് ഉയർത്തപ്പെടുവാൻ ഇടയാക്കുകയും ഇടവകയായി ചെയ്യുന്ന ശുശ്രൂഷകളെ ദൈവം വാഴ്ത്തുക. ഈ സ്റ്റുഡൻറ് സെന്ററിന്റെ എല്ലാ പ്രവർത്തനങ്ങളും അവിടുത്തെ സാന്നിധ്യം ഉണ്ടായിരിക്കും. ഇതിന് നേതൃത്വം കൊടുക്കുന്ന എല്ലാവരെയും അനുഗ്രഹിക്കണമേ, ആശീർവദിക്കണം. കർത്താവെ, പ്രത്യേകമായിട്ട് ഞങ്ങളുടെ പ്രിയ അച്ഛനെ കൃപമായിട്ട് ഏൽപ്പിക്കുന്നു. ശുശ്രൂഷയൊക്കെ കൂടെ ഇരിക്കും. ഇന്ന് ഞങ്ങളോടൊപ്പം ആയിരിക്കുന്ന പ്രിയപ്പെട്ട വിനോദ് മാത്യു അച്ഛനായിട്ട് സ്തോത്രം. അച്ഛൻ്റെ ശുശ്രൂഷകൾ അവിടുത്തെ കൃപ വ്യാപരിക്കുക. ഇന്ന് കടന്നു വന്ന് തലമണക്കിയിരിക്കുന്ന ഈ ശുശ്രൂഷയെ ധന്യമാക്കി തീർത്ത് എല്ലാവരെയും അനുഗ്രഹിക്കും. ഇതിനുവേണ്ടി കർത്താവെ, കഴിഞ്ഞ ദിവസങ്ങളിൽ രാപ്പകലില്ലാതെ അധ്വാനിച്ച എല്ലാ പ്രിയപ്പെട്ട ഞങ്ങളുടെ പണിക്കാർക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്ന. വ്യത്യസ്തങ്ങളായ നിലയിൽ അതിൻ്റെ പണികൾ ചെയ്ത് എല്ലാവരെയും നീ അനുഗ്രഹിക്കും. അവരാരും എവിടെയാണെന്നോ ഞങ്ങൾ കൃത്യമായിട്ട് അറിയില്ലെങ്കിൽ ദൈവമായ കർത്താവെ, നീ അവരെ അറിയുന്നു, നീ അവരെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കും. ഇതിനുവേണ്ടിയുള്ള എല്ലാ ശ്രമങ്ങളിലും കർത്താവ് കൂടെ സകലതും കർത്താവിന്റെ പാദപടത്തിലേൽപ്പിക്കും. എല്ലാം ദൈവനാമ മഹത്വത്തിനാക്കി യേശു രക്ഷകന്റെ നാമത്തിൽ അതിവിനീതമായി ചോദിക്കുന്നു ഇവയോടെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ആകാശവും ഭൂമിയും സൃഷ്ടിച്ച കർത്താവിനാൽ ഞങ്ങളെല്ലാവരും അനുഗ്രഹിക്കപ്പെട്ടവരാകുന്നു. അന്യമായ ശുശ്രൂഷയിൽ ഒരുങ്ങുമെന്ന് സംബന്ധിച്ച് എല്ലാവരെയും ദൈവമായ കർത്താവ് അനുഗ്രഹിച്ച് ശുദ്ധീകരിക്കട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാരൂഹായുമായും ബലഹീനതയും കുറവുള്ള നമ്മുടെ പ്രാർത്ഥനകൾ ഉന്നതമായതിന്റെ സിംഹാസനത്തിന് മുൻപാകെ കേൾക്കുകയും കൈക്കൊള്ളുകയും ചെയ്യുമാറാകട്ടെ. അനുഗ്രഹത്തോടെ
ബഹുമാനപ്പെട്ട വിജയ ജോണച്ചൻ, നെല്ലിക്കുന്ന് ശാലയം ഇടവുകാരിയായിരിക്കുന്ന വിനോദ് അധ്യക്ഷൻ, ഇടവ ചുമതലക്കാരെ, ക്രൈസ്തവ സമിതികളെ, ഇടവ ജനങ്ങൾ, പുതിയ ദേവാലയത്തിൻ്റെ കൂദാശിക്ക് ശേഷം സജീവമായി ചർച്ച ചെയ്ത ഒന്നാണ് ഹോസ്റ്റലിൻ്റെ പുനരുദ്ധാരണം. അങ്ങനെ ചർച്ചയുടെ ഒരു പൂർത്തീകരണം ഇന്ന് സാധ്യമായിരിക്കുകയാണ്. കഴിഞ്ഞ അക്കാഡമിക് ഇയറിൽ ഉണ്ടായിരുന്ന കുട്ടികൾ പോയതിന് ശേഷമാണ് നമുക്ക് പണി തുടങ്ങാനായിട്ട് സാധിച്ചത്. ഏകദേശം ഒരു മാസം കൊണ്ട്, ഒരു മാസം 35-40 ദിവസം കൊണ്ട് നമുക്ക് പണികൾ പൂർത്തീകരിക്കാനായിട്ട് സാധിച്ചു. പണികൾ തുടങ്ങിയപ്പോഴാണ് നമുക്ക് അതിൻ്റെ പിന്നിൽ കൂടുതൽ പ്രവൃത്തികൾ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ കൂടുതൽ പണികൾ നമുക്ക് വേണ്ടി വന്നു. അങ്ങനെ അക്ഷീണമായി കൈമയും മറന്ന് എല്ലാവരും പ്രവർത്തിക്കേണ്ടതായിട്ട് വന്നു. അങ്ങനെ ഇന്ന് കൂദാശ ചെയ്യുവാനായിട്ട് സാധിച്ചു. അതിന് ചുക്കാൻ പിടിച്ചത് നമ്മുടെ ഇടവ വികാരി അച്ഛൻ വിജയ ജോണച്ചനും ട്രസ്റ്റി സജു ഫ്രാൻസിസുമാണ്. അതിന് കൈമയും മറന്ന അക്ഷീണം അവർ പ്രയത്നിച്ചു. അതിൻ്റെ ഒരു പൂർത്തീകരണമാണ് ഇന്ന് നമ്മൾ ഈ കാണുന്നത്. കൂടാതെ ഇങ്ങനെ അക്ഷീണം പ്രവർത്തിച്ച വിജയ ജോണച്ചനും സജു ഫ്രാൻസിസും പ്രത്യേകം നന്ദി ഈ സമയത്ത് അറിയിക്കും. കൂടാതെ ഇവിടെ ഇതിന് അക്ഷീണം പ്രയത്നിച്ച 2 വ്യക്തികളാണ് നമ്മുടെ ജെയിംസ് ഏട്ടനും അനീഷും. അവരും ഇതിൻ്റെ പ്രവർത്തനങ്ങളിലെല്ലാം അവരുടെ ടോളറൻസ് എങ്ങനെയാണെന്ന് നമുക്ക് എടുത്തു പറയാൻ പറ്റില്ല. അതേപോലെ അവർ പ്രയത്നിച്ചത് കൊണ്ടാണ് ഈ സമയത്ത് ഇത് പൂർത്തീകരിക്കാനായിട്ട് സാധിച്ചത്. പിന്നെ ഇതിന് നിർദ്ദേശങ്ങളൊക്കെ നൽകിയ എല്ലാ ചുമതലക്കാരോടും, ഹോസ്റ്റൽ കമ്മിറ്റി അംഗങ്ങളോടും, ഇടവ ക്രൈസ്തവ സമിതി അംഗങ്ങളോടും എല്ലാവരോടുമുള്ള നന്ദി അറിയിക്കുന്നു. ഇന്ന് ഈ കൂദാശയ്ക്ക് നമ്മുടെ പ്രത്യേക ക്ഷണം സ്വീകരിച്ച് കടന്നു വന്ന നെല്ലിക്കുന്ന് ശാലയം ഇടവുകാരി വിനോദ് അധ്യക്ഷൻ ഇന്നലെ നമ്മളോടൊപ്പം ഉണ്ടായിരുന്നു. വിശുദ്ധ കുർബാനയ്ക്ക് നേതൃത്വം നൽകി അച്ഛന് കടന്നു വന്നതിനുള്ള സന്തോഷവും സ്നേഹവും നന്ദി ഈ സമയത്ത് ഇങ്ങനെ കടന്നു വന്ന നിങ്ങളെല്ലാവരോടുമുള്ള നന്ദി ഒരിക്കൽ കൂടി അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്ക്. ദൈവത്തിൻ്റെ അതിപരിശുദ്ധനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ബഹുമാനപ്പെട്ട വിനോദ് അധ്യക്ഷൻ, എവറസ്റ്റ് ഇടവക ചുമതലക്കാർ, ക്രൈസ്തവ സമിതി അംഗങ്ങൾ, ട്രസ്റ്റ് ബോർഡ് അംഗങ്ങൾ, ഈ ഇടവകളെ സ്നേഹബോധനം നമുക്കിന്ന് ഒരുമിച്ച് ദൈവത്തിൻ്റെ നിന്ന് നന്ദി പറയുവാനായിട്ട് ലഭിക്കുന്ന അവസരത്തിനായിട്ട് ദൈവത്തിൻ്റെ മഹത്വം കരയേറ്റ ഇവിടെ സെക്രട്ടറി സൂചിപ്പിച്ച പോലെ നമ്മുടെ ദേവാലയ കൂദാശ ശേഷം നടക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു പ്രൊജക്റ്റായിരുന്നു ഹോസ്റ്റലിൻ്റെ റെനോവേഷൻ. ഞാൻ മനസ്സിലാക്കുന്നു, നിങ്ങൾക്ക് എന്നെ കറക്റ്റ് ചെയ്യാം, മാത്തിച്ചാണ്ടിയുള്ള അച്ഛനുള്ള സമയത്താവുന്നു ഇവിടെ ഹോസ്റ്റലിനെ സംബന്ധിച്ചുള്ള ആലോചനകളൊക്കെ ആരംഭിച്ച് PC തോമസ് സാറുമായി ബന്ധപ്പെട്ട് കുട്ടികളെ താമസിപ്പിക്കുവാനായിട്ടുള്ള ക്രമീകരണമൊക്കെ ചെയ്തു. അവരുടെ 25 വർഷം പിന്നിടുകയും, അപ്പോൾ 25 വർഷം പിന്നിടുമ്പോൾ പുതിയൊരു സമുച്ചയം പുതിയ ഒരു സംവിധാനങ്ങൾ നമുക്ക് നിലവിൽ വരുന്നു എന്നുള്ളത് അത് അവിചാരിതമോ അപ്രതീക്ഷിതമോ ഒന്നുമല്ല, ദൈവത്തിൻ്റെ പദ്ധതിയിൽപ്പെട്ട കാര്യമാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എല്ലായ്പ്പോഴും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇന്നലെ അഭിമന്യ മെത്രാപ്പോലീത്തരുമായിട്ട് സംസാരിച്ച് പറഞ്ഞു, നമ്മുടെ ലോക്കൽ റിസോഴ്സ് മാക്സിമം പരമാവധി നമ്മൾ യൂട്ടിലൈസ് ചെയ്ത് പോകാമെങ്കിലേ പറ്റുകയുള്ളൂ. എല്ലായ്പ്പോഴും നമ്മൾ ആളുകളുടെ അടുക്കൽ പിരിവിന് പോകാനോ അല്ലെങ്കിൽ ഓരോരോ കാര്യം വരുമ്പോൾ അവരെ സമീപിച്ച് പൈസ വാങ്ങുന്ന പ്രവണതയിൽ നമുക്ക് ഒഴിവാക്കണം, പ്രത്യേകം അടിവരയിട്ടില്ല. അതിൻ്റെ അർത്ഥം അങ്ങനെ സാധ്യതയുള്ള ഇടങ്ങളിലും സ്ഥലങ്ങളിലും അങ്ങനെയുള്ള റിസോഴ്സസ് നമ്മൾ കണ്ടെത്തി അത് പ്രൊഡക്റ്റീവ് ആക്കുവാനായിട്ട് നമുക്ക് സാധ്യമായിട്ട് ആവശ്യം. പ്രത്യേകിച്ച് ഈ തൃശ്ശൂർ പട്ടണത്തിൻ്റെ ഹൃദയഭാഗത്ത് ദൈവനമ്പുരാൻ നമുക്ക് കനിഞ്ഞു നൽകിയതായിട്ടുള്ള ഈ ദേവാലയം, അതിൻ്റെ സ്ഥലവും അതോടൊപ്പം നമ്മുടെ സ്കൂളും അതിൻ്റെ സംവിധാനങ്ങളും അതേ രീതിയിൽ മനോഹരമാക്കുവാനും ഫലകരമാക്കുവാനും നമുക്ക് സാധ്യമായിട്ട് തീരും. നമ്മുടെ പിതാക്കന്മാർ ഈ അവസരത്തിൽ നമ്മുടെ പിതാക്കന്മാരെ വളരെയധികം നന്ദിപൂർവ്വം സ്മരിക്കുക. പ്രത്യേകിച്ച് വളരെ മൈനോറിറ്റി ആയിട്ടുള്ള ഒരു ഗ്രൂപ്പ് ഇവിടെ വന്ന് പ്രകാരമൊക്കെ ആരംഭിച്ചു. ഇവിടെ മറ്റ് പിന്നെ ഇടവ അംഗങ്ങൾ അല്ലെങ്കിൽ മറ്റ് ആളുകളൊക്കെ സ്കൂൾ തുടങ്ങിയപ്പോൾ നമുക്കൊരു സ്കൂളിൻ്റെ ആവശ്യകത ബോധ്യപ്പെട്ട് അങ്ങനെ അത് ആരംഭിച്ചു. പള്ളി സ്ഥലം അല്ലെങ്കിൽ പള്ളി കെട്ടിടം വേണമെന്ന് ആഗ്രഹിച്ചപ്പോൾ അങ്ങനെ ആരംഭിച്ചു. അതുപോലെ തന്നെ ഇങ്ങനെ സ്റ്റുഡൻസ് സെൻ്റർ, നമ്മുടെ കുഞ്ഞുങ്ങളെ ഇവിടെ വരുന്ന കുഞ്ഞുങ്ങൾക്ക് താമസ സൗകര്യവും അതിന് വേണ്ടിയുള്ള അതിൻ്റെ അടിസ്ഥാന ആവശ്യങ്ങളോടെ ആഗ്രഹിച്ചപ്പോൾ അങ്ങനെയുമുണ്ട്. അങ്ങനെയുള്ള അവരുടെ ദീർഘവീക്ഷണം വലിയതായ അതിൻ്റെ ഭാഗമൊക്കെ ആകുകയാണ് നമ്മളിപ്പോഴും. ഇനി അത് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ കുഞ്ഞുങ്ങൾ കുറച്ച് കുഞ്ഞുങ്ങൾ അവിടെയൊക്കെ നിൽപ്പുണ്ട്, അവർക്ക് കാണണം.
അവർക്ക് നമ്മൾ മാറ്റം കൈമാറണം. അപ്പോൾ അവർക്ക് മനസ്സിലാക്കും ഞങ്ങളുടെ അപ്പന്മാരും അമ്മമാരും ഇതിൻ്റെയൊക്കെ പിന്നിലുണ്ടായിരുന്ന അല്ലെങ്കിൽ അവരുടെ ദർശനം എത്രമാത്രം വലിയതായിരുന്നു. ഈ അവസരത്തിൽ വീണ്ടും അത് നന്ദിപൂർവ്വം ഓർക്കുകയാണ്. നമ്മുടെ ഈ സ്റ്റുഡൻറ് സെൻ്ററിൻ്റെ വിപുലീകരണത്തെ സംബന്ധിച്ചുള്ള ചർച്ചകൾ കഴിഞ്ഞ 2 വർഷമായിട്ട് സജീവമായിരുന്നു. പ്രത്യേകിച്ച് കോവിഡിന് ശേഷം നമുക്ക് കുട്ടികളെ ഒന്നും അങ്ങനെ കാര്യമായ രീതിയിൽ നമ്മുടെ ഫുൾ കപ്പാസിറ്റിയിൽ ഓടിക്കുവാനായിട്ട് സാധിച്ചില്ല. കഴിഞ്ഞ വർഷം ഏകദേശം 20-21 കുട്ടികൾ മാത്രമേ ഉള്ളായിരുന്നു. എന്നാൽ അങ്ങനെ അതിനുവേണ്ടിയല്ല നമ്മുടെ ഈ സ്ഥാപനം നന്നായ രീതിയിൽ പ്രവർത്തിക്കണം. എന്നാൽ അതിൽ ഒരുപാട് വൈഷമ്യതകൾ ഉണ്ടായിരുന്നു. അതെല്ലാം മാറിയാണ് മുമ്പോട്ട് പോകുന്നത്. നമുക്കറിയാം ഏതൊരു സംവിധാനം ആരംഭിക്കുമ്പോൾ അതിനുണ്ടാകുന്ന ഒരു സ്റ്റാർട്ടിങ് പ്രോബ്ലം അത് നമുക്കും ഉണ്ടായി. എന്നാൽ അതിനെയെല്ലാം അതിജീവിച്ച് ഇടവകയിൽ കൈസ്ഥാന സമിതി അംഗങ്ങളും ചുമതലക്കാരും മറ്റ് ഇടവകങ്ങൾ ഒത്തുചേർന്ന് കാര്യം തീരുമാനമെടുത്ത് മുമ്പോട്ട് പോകുവാനായിട്ട് ഇടയായി. ഇവിടെ സെക്രട്ടറി പറഞ്ഞ 40-45 ദിവസമല്ല, 1 മാസവും 5 ദിവസം, അതായത് 30 ദിവസവും 5 ദിവസം 40 ദിവസം കൊണ്ടാണ് ഇന്ന് നമ്മൾ ഈ കാണുന്ന സംവിധാനം. ഒരു പക്ഷേ ഇവിടെ ഇതിനു മുമ്പ് വന്നിട്ടുള്ളവർ ഇതിൽ ഈ ഹോസ്റ്റൽ സംവിധാനം കണ്ടിട്ടുള്ളവർക്ക് അതിൻ്റെ ചേഞ്ചസ് മനസ്സിലാകുന്നു. അത് പറഞ്ഞാൽ അത് പിടികിട്ടും. അത്രമാത്രം വളരെ ശോചനീയമായ അവസ്ഥയായിരുന്നു. എന്നാൽ അതെല്ലാം മാറ്റി ഈ 40 ദിവസം കൊണ്ടാണ് ഈ കാര്യങ്ങളൊക്കെ പൂർത്തീകരിച്ചത്. ഇതിൻ്റെ എടുത്ത് പറയത്തക്ക ഒരു കാര്യം, നമുക്കതിന് വലിയ ഇൻസ്പിറേഷൻ ഉണ്ടായത് ഇവിടെ നിൽക്കുന്ന മിനിയാണ്. മിനി പല പ്രാവശ്യം എന്നെ വിളിക്കുക, പക്ഷേ എന്തുകൊണ്ട് നമുക്ക് ഇത് കുറച്ചുകൂടെ നമ്മുടെ കുട്ടികളെയൊക്കെ ഒന്ന് നമ്മുടെ ഈ സ്ഥാപനമൊക്കെ നന്നാക്കി എടുക്കാനായിട്ട് സാധിക്കും. അങ്ങനെ മിനിയുടെ സ്ഥാപനത്തിലൊക്കെ പോയി കണ്ട് മിനിയാണ് കുറച്ച് ഭയങ്കരമായ ഇൻസ്പിറേഷൻ നൽകിയത്. ഈ അവസരം നന്ദിപൂർവ്വം ഞങ്ങൾ സ്മരിക്കുകയാണ്. നമ്മുടെ ഇടവാങ്ങുന്നതിനാണ് പ്രത്യേകിച്ച് വളരെയധികം സന്തോഷം. എന്നാൽ ഇവിടെ നമ്മൾ പണി ആരംഭിക്കുമ്പോൾ കൈവച്ച് കഴിയുമ്പോഴാണ് നമ്മുടെ കൈ കൊള്ളുന്നത്. പ്രത്യേകിച്ച് കൈസ്ഥാന സമിതിയുടെ ഇടവ സംഘത്തിൻ്റെ തീരുമാനം അനുസരിച്ച് കോൺട്രാക്ടർ ഏൽപ്പിക്കാൻ പറ്റുകയില്ല. അതിനുള്ള എല്ലാ പ്രത്യേക സാമ്പത്തികം നോക്കണം. അതോടൊപ്പം നമ്മുടെ സമയവും സാവകാശവും ഒക്കെ നമുക്ക് നോക്കണം. ആവശ്യമാണ് മനസ്സിലാക്കി. ഇതിൻ്റെ മുഴുവൻ ലേബർ കോൺട്രാക്ട് മാത്രമേ ഉള്ളൂ. ബാക്കി എല്ലാ കാര്യവും നേരിട്ട് കൈകാര്യം ചെയ്യും നമ്മുടെ ട്രസ്റ്റിയാണ്, സജുവാണ്. ഞാൻ പറയുമായിരുന്നു, ഒരു ലേബറായിട്ട്, മെയ്സനായിട്ട്, കോൺട്രാക്റ്റായിട്ട്, എഞ്ചിനീയറായിട്ട്, ആർക്കിടെക്റ്റായിട്ടൊക്കെയാണ് ഈ ദിവസം സജുവിൽ വ്യത്യസ്തമായിട്ടുള്ള റോളുകളായിരുന്നു. യാതൊരു സംശയമില്ല. ഞാൻ മനസ്സിലാക്കുന്ന 2 കാര്യങ്ങളാണ്. നമുക്കെല്ലാവർക്കും അത് അനുഭവേദ്യമാണെന്ന്. പ്രത്യേകിച്ച് നമ്മുടെ പള്ളി, നമ്മുടെ ഇടവക അത് നന്നായിട്ട് പോകണം. ആ ഒരു കാഴ്ചപ്പാടുകളിലൂടെ പ്രവർത്തിക്കുമ്പോൾ ഇടവയ്ക്ക് നഷ്ടമുണ്ടാകരുത്. അത് എന്തുകൊണ്ടാണ് എനിക്ക് ലഭിച്ചതായുള്ള സമയവും സാധ്യതകളൊക്കെ പ്രകാരം വിനിയോഗിച്ചത്. അതിൽ തീർച്ചയായിട്ടും ഇടവക ഒന്നടങ്കം ഇവിടെ സജിനോട് കടപ്പെട്ടിരിക്കുന്നു. അതോടൊപ്പം പള്ളിപണിക്ക് നേതൃത്വം കൊടുത്തതിൻ്റെ ആ ഒരു അനുഭവ സമ്പത്തുണ്ടായിരുന്നു. അതുകൊണ്ട് ഒരു ആർക്കിടെക്ചർ സ്കിൽ ഇതിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഒരു ആർക്കിടെക്ട് ഇതിലില്ലായിരുന്നു, ഒരു എഞ്ചിനീയറും ഇല്ലായിരുന്നു, ഒരു കോൺട്രാക്ടറും ഇല്ലായിരുന്നു. എന്നാലും അതെല്ലാ കാര്യങ്ങളും കൺസൾട്ട് ചെയ്ത് നമ്മുടെ ഫസ്റ്റ് ബോർഡുമായിട്ട് അവലോകനം ചെയ്താണ് കാര്യങ്ങൾ പൂർത്തീകരിച്ച് 40 ദിവസമുള്ളിൽ പ്രകാരം പൂർത്തീകരിക്കാനായിട്ട് സാധിക്കും. പ്രത്യേകിച്ച് സജിനോടും ചുമതലക്കാരോടുമുള്ള നന്ദി അവസരം പ്രത്യേകം അറിയിക്കും. അതോടൊപ്പം തന്നെ ഫസ്റ്റ് ബോർഡിനോട് കൈസ്ഥാന സമിതി അംഗങ്ങളോട് നന്ദി അവസരം പ്രത്യേകം അറിയിക്കുകയും ചെയ്യുന്നു. നമ്മളെല്ലാം ഒരു ബിസിനസ് സംവിധാനത്തിലൂടെയാണ് പോകുന്നത്. അങ്ങനെയുള്ള സ്ഥലത്താണ് നിൽക്കുന്നത്. നമ്മൾ പൈസ എറിഞ്ഞെങ്കിൽ മാത്രമേ പൈസ നമുക്ക് തിരിച്ചു ശരിയായി. ഇപ്പോൾ നമുക്ക് പണത്തിനൊക്കെ വളരെയധികം ഷോർട്ടേജ് ഉണ്ട്. എന്നാൽ അത് ദൈവം സഹായിച്ച ഒരു 2 വർഷത്തിനുള്ളിൽ മാറും. അപ്പോൾ അടുത്ത ഞായറാഴ്ച നമ്മളൊരു ഇടവസം ഒക്കെ വിളിച്ചിട്ടുണ്ട്. അതിൽ നമുക്ക് പണത്തിൻ്റെ ആവശ്യകത ചർച്ച ചെയ്യാൻ വേണ്ടിയാണ്. വ്യക്തിഗത ലോണും നമുക്ക് സാമ്പത്തികമായിട്ട് ഏതെല്ലാം രീതിയിലൂടെ നമുക്ക് പൈസ കുറച്ച് ലോൺ എടുത്ത് കാര്യങ്ങളൊക്കെ പൂർത്തീകരിക്കുവാനായിട്ട് സാധിക്കുമെന്നതിനെ സംബന്ധിച്ചുള്ള കാര്യങ്ങളാണ് ചർച്ച ചെയ്യുന്നത്. അൺഎക്സ്പെക്റ്റഡായിട്ട് നമുക്ക് കുറച്ച് പൈസ മറ്റു രീതിയിൽ ചെലവഴിക്കാനായിട്ട് തുടങ്ങുകയാണ്. സ്കൂളിൻ്റെ അപ്പോയിൻമെൻറ്റുമായി ബന്ധപ്പെട്ട് അക്കാര്യം നടന്നില്ല. ആ പൈസ തിരിച്ചു കൊടുക്കേണ്ട ആവശ്യമുണ്ട്. അതുകൊണ്ട് ആ ദിവസം ഞങ്ങൾ ഒരുമിച്ച് ശരിക്കും പോയതെന്ന് പറയാം. കാരണം എൻ്റെ ഒരു കഴിഞ്ഞ് ബ്രോങ്കൈലാസ്മൊക്കെ വരികയായിരുന്നു. ഞാൻ മരുന്നെടുത്ത് ഇന്ന് നിൽക്കുന്നു. എൻ്റെ മുഖം നോക്കിയാൽ ഉറക്കത്തിൻ്റെ ക്ഷീണം എപ്പോഴും ഉണ്ട്. 2-3 മരുന്ന് ഇപ്പോഴും എടുത്തിട്ട് ഞാൻ ഇവിടെ നിൽക്കുന്നത്. വീണ്ടും ആസ്മ അതിൻ്റെ കഠിനമായിട്ടുള്ള പ്രയാസങ്ങൾ പ്രാർത്ഥിക്കണം. വളരെയധികം ശബ്ദത്തിൻ്റെയൊക്കെ
ആ ദൈവനമ്പരെ എത്രത്തോളം നിലനിർത്തും പോരായ്മകളൊക്കെ കാണുവാനെങ്കിലും അതൊക്കെ അതിനൊക്കെ അതിജീവിച്ച് ഒരു ആവശ്യകതയാകുന്നു. ദൈവം അനുവദിക്കുന്ന പക്ഷം 15-ാം തീയതി മുതൽ കുഞ്ഞുങ്ങൾ ഇവിടെ കുട്ടികൾക്ക് വേണ്ടിയുള്ള അക്കോമഡേഷനാണ് ഇവിടെ ക്രമീകരിച്ചിരിക്കുന്നത്. ഇതെല്ലാം തന്നെ അതിൻ്റെ പണികൾ ഏതാണ്ട് ഏറെക്കുറെ പൂർത്തീകരിച്ചിട്ടുണ്ട്. ഇനി അത്യാവശ്യം എമർജൻസി ആയിട്ട് ചെയ്യേണ്ട ആവശ്യങ്ങളുണ്ട്. ഇന്നത്തെ കൈസാൻസും ചില കാര്യങ്ങൾ പറഞ്ഞ് അതിനുള്ള അംഗീകാരം തേടി മുമ്പോട്ട് പോകാനായിട്ടാണ് ആഗ്രഹിക്കുന്നത്. തുടർന്നും നിങ്ങളുടെ എല്ലാവരുടെയും ആത്മാർത്ഥമായ വീണ്ടും പ്രതീക്ഷിക്കുകയാണ്. ബഹുമാനപ്പെട്ട ജനത മാർച്ച് നമ്മോടൊപ്പം ഉണ്ടായിരുന്നത് അതിൻ്റെ സാന്നിധ്യത്തിനായിട്ട് ഞാൻ പറയുന്നു. അവിടെ എന്തെങ്കിലും മാറ്റം പറയാനായിട്ടും